ഇപ്പോ ഏതൊരു രാഷ്ട്രീയ പാർട്ടികളും അല്ലെങ്കിൽ കേരളം തന്നെ ഉറ്റുനോക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ് ഇപ്പൊ നിലമ്പൂരിൽ ജൂൺ 19 നടക്കാനിരിക്കുന്നത്. നമുക്കറിയാം ഈ ഒരു തെരഞ്ഞെടുപ്പ് തീരുമാനിച്ച സമയത്ത് അല്ലെങ്കിൽ ഇത് പ്രഖ്യാപിച്ച സമയത്ത് UDF ആണ് നിലമ്പൂരിൽ വിജയിക്കുക എന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുകയുണ്ടായിരുന്നു. പിന്നീട് അതിനുശേഷം അപ്പോൾ ആ സമയത്തൊന്നും LDF സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുക അല്ലെങ്കിൽ അവർ പുറത്തുവിടുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നിലവിൽ അതിന്റെ കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞൊരു അവസ്ഥയിലാണ്. LDF സ്ഥാനാർത്ഥിയായിട്ട് എം സ്വരാജിനെ കൊണ്ടുവന്നു. മാത്രമല്ല PV അൻവർ UDF-നോടുള്ള വാശിപ്പുറത്ത് അവിടെ മത്സരിക്കാൻ തയ്യാറാകുന്നു. BJP ആണെങ്കിലും അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ പോകുന്ന സാഹചര്യത്തിൽ UDF ആയിരിക്കും വിജയിക്കുക എന്നുള്ളൊരു തീരുമാനം ഇപ്പൊ മാറി LDF-ഓ UDF-ഓ ആരെങ്കിലും ഒരാൾ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. അല്ല, നോക്കൂ ഹർഷ, ഞങ്ങളെ സംബന്ധിച്ച് അവിടുത്തെ തെരഞ്ഞെടുപ്പ് ഞങ്ങളായിട്ട് വിളിച്ചു വരുത്തിയ തെരഞ്ഞെടുപ്പല്ല. അത് LDF-ലെ ഒരു കക്ഷി നേതാവ്, വെറും ഒരു MLA അല്ല, LDF യോഗത്തിൽ ക്ഷണിതാവായിരുന്ന കക്ഷി നേതാവായിരുന്നു. ആര്? സ്വതന്ത്രനായിരുന്നെങ്കിൽ പോലും PV അൻവർ. ആ അൻവർ ഈ LDF മന്ത്രിസഭയാകെ കൊള്ളരുതാത്തതാണെന്നും പിണറായി വിജയന്റെ ഓഫീസ് കേന്ദ്രീകരിച്ച് വലിയ മാഫിയ പ്രവർത്തനം നടക്കുന്നുണ്ടെന്നും ആ മാഫിയ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയാണ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അതുമായി അനുബന്ധിച്ച് ആഭ്യന്തര വകുപ്പിനുള്ളിൽ വലിയ പരാജയങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞ് സുജിത് ദാസിന്റെ അടക്കം വോയിസുകൾ വെളിയിൽ വിട്ടുകൊണ്ട് വലിയ കോലാഹലം ഉണ്ടാക്കിക്കൊണ്ടാണ് അൻവർ വെളിയിലേക്ക് വരുന്നത്. ഇപ്പോഴും ഇന്നിവിടെ ഇരുന്ന് ഈ ചർച്ച ചെയ്യുന്ന നിമിഷവും അൻവർ നോമിനേഷൻ കൊടുത്ത ദിവസമാണ്. ഇപ്പോഴും ഞങ്ങൾ അൻവർ പറഞ്ഞ ഓരോ ആശയത്തോടും അൻവർ പറഞ്ഞ ഓരോ കാര്യത്തോടും ഞങ്ങൾ ഐക്യപ്പെടുകയാണ്. പക്ഷെ അൻവറിന്റെ ചെയ്തികളോട്, അൻവറിന്റെ പക്വതയില്ലായ്മയോട് ഞങ്ങൾക്ക് ഐക്യപ്പെടാൻ പറ്റില്ല. നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് UDF വെറുതെയല്ല. UDF യോഗം ചേർന്നു. UDF യോഗം സ്വാഭാവികമായി ഇത് കോൺഗ്രസിന്റെ സീറ്റാണല്ലോ, അതുകൊണ്ട് കോൺഗ്രസ് തീരുമാനിക്കട്ടെ എന്ന് പറയുന്നു. കോൺഗ്രസിന് KPCC യോഗം തിരുവനന്തപുരത്ത് ചേർന്നു. KPCC യോഗമാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ പരമോന്നത ബോഡികളിൽ ഒന്ന്. ആ KPCC യോഗം തീരുമാനിക്കുന്നു CLP ലീഡറും PCC അധ്യക്ഷനും ചേർന്ന് സ്ഥാനാർത്ഥിയെ കണ്ടെത്തട്ടെ. അതായത് പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും. ഇവർ എറണാകുളത്ത് മീറ്റിംഗ് നടത്തുന്നു. അവർ ഒരു ഐക്യകണ്ഠമായി ഒരു പേരിലേക്ക് എത്തുന്നു. വിവിധ പേരുകൾ ചർച്ച ചെയ്ത് വിവിധ ഫാക്ടറുകൾ പരിഗണിച്ച ശേഷം ഒരു പേരിലേക്ക് എത്തുന്നു. ആ പേര് കോൺഗ്രസ് ഹൈക്കമാൻഡിന് കൈമാറുന്നു. കോൺഗ്രസിലെ ഇന്ത്യയിലെ ഒന്നാമത്തെ ആൾ AICC പ്രസിഡന്റാണ്. അത് കഴിഞ്ഞാൽ മറ്റാരും ഉള്ളൂ. ആ AICC പ്രസിഡന്റ് പ്രഖ്യാപിച്ച ഒരു സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ദിവസം അന്ന് തന്നെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ പറയുന്നുണ്ട്, അൻവർ ഞങ്ങളുടെ ഭാഗമാകും, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഞാൻ അത് നിങ്ങളെ കണ്ടു പറയും. ഇത് പറഞ്ഞ ആദ്യ മണിക്കൂറിൽ LDF നേതാക്കൾ പോലും ഇറങ്ങുന്നതിന് മുമ്പ്, ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ആദ്യ മണിക്കൂറിൽ BJP നേതാക്കൾ പോലും പുലഫ്യം പറയുന്നതിന് മുമ്പ് അസഫ്യം പറയാൻ വേണ്ടി മാധ്യമങ്ങൾ കണ്ട ആളാണ് അൻവർ. ആ അൻവറിനെ എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നാളെ നിങ്ങളുടെ ചാനലിൽ ഞാൻ വരികയാണ്, എനിക്ക് നിങ്ങളുടെ ചാനലിൽ വീഡിയോ ചെയ്യണം, പക്ഷെ ഹർഷ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റുമോ? ഹർഷയാണല്ലോ ഇവിടുത്തെ ഈ ആങ്കർ. അപ്പോ ഞാൻ പറയണം, എനിക്ക് ഹർഷ അംഗീകരിക്കാൻ പറ്റില്ല, പക്ഷെ നിങ്ങളുടെ ചാനലിൽ വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞാൽ പറ്റില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായും UDF പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി അംഗീകരിക്കാതെ UDF-ന്റെ ഭാഗമാകാൻ അദ്ദേഹത്തിന് സാധിക്കില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ വളരെ ക്ലിയർ ആണ്. 81,000 വോട്ടിനടുത്താണ് കഴിഞ്ഞ തവണ അൻവർ പിടിക്കുന്നത്. ഞങ്ങളുടെ വോട്ട് 78,000 പരം വോട്ടുകൾ VV പ്രകാശ് അന്നത്തെ DC പ്രസിഡന്റുണ്ട്. 8,000 വോട്ട് BJPക്ക് ഉണ്ടായിരുന്നു. ഏതാണ്ട് 3,000-ൽ താഴെ വോട്ടാണ് SDPക്ക് അവിടെ ഉള്ളത്. നോക്കൂ, ഏതാണ്ട് 16,000-17,000 വോട്ടിൽ നിന്ന് 2,700 വോട്ടിലേക്ക് അൻവറിനെ പിടിച്ചു കെട്ടാൻ ഞങ്ങൾക്ക് കഴിഞ്ഞ തവണ സാധിച്ചു. ഇനി ഞങ്ങൾ ഓവർകം ചെയ്യേണ്ടത് ഈ 2,700 വോട്ടും BJPയുമായി ഇവർ ഡീൽ നടത്തി മേടിച്ചു വെച്ചിരിക്കുന്ന 8,000 വോട്ടുമാണ്. അപ്പൊ എത്ര വരും? 11,000 വോട്ട് വരും. നിലവിലെ ഒരു ആന്റി ഇൻകൺവൻസി വെച്ച് ആ മണ്ഡലത്തിൽ ഒരു 20,000 വോട്ടിനെങ്കിലും മിനിമം ജയിക്കാനുള്ള സാധ്യത നിലവിലുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇനി അൻവറിനെ സഹകരിപ്പിക്കാൻ പറ്റാത്തതിന്റെ ഒരു പ്രശ്നം, അൻവർ പറയുന്നതെല്ലാം അംഗീകരിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അൻവർ ആദ്യം പറഞ്ഞു ഞാൻ പിണറായിസത്തിനെതിരാണ്, ഇപ്പോൾ അദ്ദേഹം പറയുന്നു ഞാൻ പ്രതിപക്ഷ നേതാവ് സതീശനിസത്തിനെതിരാണ് എന്നാണ്. അൻവർ ബേസിക്കലി അവനവനിസത്തിന്റെ ആളാണ്. അൻവറിന്റെ കാര്യം, അതിനിടയ്ക്ക് ഏത് പാർട്ടി ആദ്യം DMK-യിൽ പോയി ദ്രാവിഡ മുന്നേറ്റമാണ് എന്ന് പറഞ്ഞു. ഈ ദ്രാവിഡ മുന്നേറ്റവും വങ്കട മുന്നേറ്റവും, അതായത് ബംഗാൾ വങ്കട മുന്നേറ്റവുമായി അജഗജാന്തര വ്യത്യാസമുണ്ട്. ഒരിക്കലും ചേർന്ന് പോകാത്ത ആശയങ്ങളാണ്. അൻവറിനൊന്നും അറിയില്ല, അത് വേറെ കാര്യം. പക്ഷേ ഈ അവസാനം അൻവർ എന്നാൽ ഇവിടെ ഒരുപാട് ബംഗാളികൾ വരുന്നുണ്ടല്ലോ, അവരുടെ വോട്ട് കിട്ടട്ടെ എന്നോർത്തൊരു ബംഗാളി പാർട്ടിയുമായി കളത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. ആ ബംഗാളികളെയാണ് ഇന്ന് പ്രചരണത്തിന് കൊണ്ടുപോയത് എന്ന് പറയാം. അതൊന്നും തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. വോട്ടുള്ള ബംഗാളിയാണെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ ഇത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ മര്യാദയില്ലായ്മ, മെച്യൂരിറ്റി ഇല്ലായ്മ അൻവറിനെ നാശത്തിലേക്ക് നയിക്കും.
എന്നാണ് ഞങ്ങൾ പ്രതീക്ഷ. ഇപ്പൊ തന്നെ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നതിന് ശേഷം ഒരുപാട് വിവാദപരമായ പ്രസ്താവനകൾ അൻവറിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇപ്പം ഇന്ന് തന്നെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് മുഹമ്മദ് റിയാസിനെതിരെ അൻവർ പറഞ്ഞ കാര്യങ്ങളാണ്. ഇപ്പം നവകേരള സദസ്സിന്റെ സമയത്ത് ഒരുപാട് അഴിമതികൾ ചെയ്തിട്ടുണ്ട്, പണം ഒരുപാട് പിരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ പുറത്തുവിടും, അതുപോലെ നിലമ്പൂരില് ജംഗ്ഷനിൽ TV വെച്ചത് ജനങ്ങളെ കാണിക്കുമെന്ന് വരെ അൻവർ പറയുകയുണ്ടായിരുന്നു. അപ്പം എന്നെ സംബന്ധിച്ച്, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് വേറൊരു നിവൃത്തിയില്ലാതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് ഇപ്പൊ അൻവർ എത്തിപ്പെട്ടെന്ന് തോന്നുന്നു. അല്ല ഹർഷം, നോക്കൂ, അൻവർ ഞങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് എവിടെ LDF നിൽക്കുന്ന സമയത്ത്. അതിനുശേഷം അദ്ദേഹം വെളിയിൽ വന്നതിന് ശേഷം പിണറായി ഗ്രൂപ്പിനെതിരെ, ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നില്ല, പിണറായി ഗ്രൂപ്പിനെതിരെ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഇതിൽ അൻവർ ആകെ തെളിവ് പുറത്തു വിട്ടിട്ടുള്ളത് പിണറായി ഗ്രൂപ്പിനെതിരായിട്ടുള്ള ആരോപണങ്ങളാണ്. ASP യുടെ വോയിസ് വിടുന്നു, അവിടെ അതുമായി ബന്ധപ്പെട്ട് ഫോറസ്റ്റേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വെളിയിലേക്ക് വരുന്നു. ഇങ്ങനെ വിവിധ കാര്യങ്ങൾ തെളിവ് അദ്ദേഹത്തിന് ഹാജരാക്കാൻ പറ്റിയിട്ടുള്ളത്, അതായത് പറയുന്നതിൽ അടിസ്ഥാനം ഉണ്ടായിരുന്നത് പിണറായി സത്തിനെതിരെ പറഞ്ഞ വാക്കുകളിലാണ്. നമ്മൾ അദ്ദേഹത്തോട് യോജിക്കുകയാണ്. ഇനി ഞങ്ങൾക്കെതിരെ ആരോപണങ്ങൾ പറഞ്ഞത് ഞങ്ങൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യണം. അദ്ദേഹം ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ തെളിവ് അദ്ദേഹം പുറത്തുവിടണം. കാര്യം ഈ തെരഞ്ഞെടുപ്പിലല്ലാതെ ഇനി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് എന്ന് വെളിവിടാനാണ് അദ്ദേഹം ഇരിക്കുന്നത്. ഞങ്ങൾക്കെതിരെ തെളിവുണ്ടെങ്കിൽ അതും വെളിയിലേക്ക് വിടണം. റിയാസിനെതിരെ വരുന്ന ഓരോ ആരോപണങ്ങളും അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉള്ളിൽ നിന്ന് തന്നെ വരുന്നതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു എല്ലാ പൊളിറ്റിക്കൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ട് ഞാൻ പറയാണ്, അൻവറിനെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നത് ഇപ്പോഴും ആ പാർട്ടിക്കുള്ളിലുള്ളവരാണ്. ഇത് റിയാസിനെതിരായ തെളിവുകൾ അൻവറിന് കൊടുക്കുന്നത്, റിയാസിനെതിരായ കാര്യങ്ങൾ അൻവറിനെ കൊണ്ട് പറയിപ്പിക്കുന്നത് ഇപ്പോഴും ആ പാർട്ടിക്കുള്ളിൽ നിൽക്കുന്നവരാണ്. അത് പിണറായി എന്ന് പറയുന്ന ഏക ചക്രാധിപതിയോടുള്ള എതിർപ്പാണ്. ആ എതിർപ്പ് സ്വാഭാവികമായി അൻവറിലൂടെ പുറത്തു വന്നേക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നു അൻവറിനൊരു ഒരു മാക്സിമം പോയാൽ ഒരു 4000-5000 വോട്ടിൽ കൂടുതൽ പിടിക്കാൻ സാധിക്കില്ല. അത് പിടിക്കുന്നതും ബഹുഭൂരിപക്ഷം എല്ലാം ഞങ്ങളുടെ വോട്ട് ഒന്നുപോലും പിടിക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കാര്യം എന്താ വെച്ചാൽ അവിടെ 10 വർഷമായിട്ടുള്ള MLA ആണ് അദ്ദേഹം. സ്വാഭാവികമായും ബഹുജനങ്ങളുമായി ബന്ധമുണ്ടാവും, അതിൽ വോട്ടുണ്ടാവും. ഞങ്ങളുടെ വോട്ടുകളും കുറഞ്ഞേക്കാം. പക്ഷേ ഒരു 90% അവിടെ അദ്ദേഹം പിടിക്കാൻ പോകുന്നത് LDFന്റെ വോട്ടായിരിക്കും. അത് ഞങ്ങൾക്ക് അനുകൂലമായി മാറും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഗ്രൗണ്ട് റിപ്പോർട്ട് മനസ്സിലാക്കുന്നത്. നമുക്ക് മനസ്സിലാവും. ഇപ്പൊ നമുക്കറിയാം അൻവർ LDFലായിരുന്ന സമയത്ത് UDFനെ കുറ്റം പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പിന്നെ അവസാന സമയമായപ്പോഴത്തേനും സ്വന്തം പാർട്ടിയെ തന്നെ കുറ്റം പറഞ്ഞ് ആ ഒരു രീതിയിൽ അത്രത്തോളം എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ അതിനകത്ത് നടന്ന അഴിമതി ഇന്നതാണെന്ന് പറഞ്ഞ് തുറന്നു കാണിച്ച് മാധ്യമങ്ങളെ വിളിച്ച് ഇടയ്ക്ക് നമ്മൾ ആ വാർത്തകളൊക്കെ കണ്ടതാണ്. ഇപ്പൊ വീണ്ടും തിരിച്ച് ഇനി UDFലേക്ക് വരണമെന്ന് പറഞ്ഞു. അതിന്റെ ഇടയ്ക്ക് 1-2 പാർട്ടികൾ മാറി കയറി ഇറങ്ങുന്ന ഒരു അവസ്ഥ ഇനി വരുമ്പോഴും ഇപ്പം UDFൽ ഇപ്പൊ സാറ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ UDFൽ വരികയും ചെയ്യണം, അതിനകത്തുള്ള നേതാക്കന്മാരെ കണ്ടും കൂടാന്ന് പറയുന്ന ആ ഒരു അവസ്ഥയാണ് ഇപ്പൊ അൻവറിന് കാണുന്നത്. പിന്നെ ഇങ്ങനെ എല്ലാ പാർട്ടികളും ഇങ്ങനെ മാറി ഒരിടത്തും സ്ഥിരത ഇല്ലാതെ നിൽക്കുമ്പോൾ അൻവറിന്റെ രാഷ്ട്രീയ ഭാവി ഇനി എങ്ങോട്ടായിരിക്കും? അല്ല നോക്കൂ, ഞങ്ങൾ UDF നേതാക്കളെ എല്ലാവരെയും ഒന്നും അംഗീകരിക്കണം എന്ന് അൻവറിനോട് പറഞ്ഞിട്ടില്ല. ഇപ്പം കോൺഗ്രസിനെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ചിലപ്പോൾ വ്യക്തിപരമായി എന്നെ ഇഷ്ടം ഉണ്ടാവില്ല. ഞാൻ ഈ പാർട്ടിയിലെ ഏറ്റവും എളിയ പ്രവർത്തനമാണ്. പക്ഷെ ചിലപ്പോൾ എന്നെ ഇഷ്ടം ഉണ്ടാവില്ല. ചിലപ്പോൾ എന്നെ ഇഷ്ടമുള്ള ഒരാൾക്ക് കോൺഗ്രസിന് ഇഷ്ടമാണ്. അതൊക്കെ ഓരോരുത്തരുടെ കാര്യമാണ്. പക്ഷെ നമ്മളൊരു തെരഞ്ഞെടുപ്പിന് ഇറങ്ങി നിൽക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഡീറ്റെയിൽഡ് പ്രോസസ്സിലൂടെ കടന്നുപോയി കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആ സ്ഥാനാർത്ഥി അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അൻവറിന് മുമ്പിൽ ഇന്ദിരാ ഭവന്റെ വാതിലുകൾ മലർക്കെ തുറക്കാൻ പറ്റില്ല. അത് കൊട്ടിയടയ്ക്കാനേ പറ്റൂ. കാര്യം ഞങ്ങളെ സ്ഥാനാർത്ഥി അംഗീകരിക്കത്തില്ലാത്ത ഒരാളെ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് വേദിയിൽ കൊണ്ടുപോകാൻ പറ്റുമോ? അവിടെ പോയിട്ട് എനിക്ക് സ്ഥാനാർത്ഥി ഇഷ്ടമല്ല, പക്ഷെ UDFന്റെ കൂടെയാണ് എന്ന് പറഞ്ഞാൽ ശരിയാവും. അപ്പോൾ അദ്ദേഹം പലരുടെയും പേരുകൾ പറഞ്ഞു. അദ്ദേഹം അല്ലല്ലോ UDFലെ സ്ഥാനാർത്ഥി തീരുമാനിക്കണം, UDFന്റെ ഘടകകക്ഷിയല്ല. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ അതൊരു പൊളിറ്റിക്കൽ ഇമ്മെച്യൂരിറ്റിയാണ്, ഒരു പൊളിറ്റിക്കൽ ചൈൽഡിഷ്നെസ് ആണ്. അത് അൻവറിനെ പോലെ 2 ടൈം MLA ആയ ഒരാളിൽ എങ്ങനെ ഉണ്ടായി എന്ന് എനിക്കറിയില്ല. ഇനി ഞങ്ങളുടെ ചോദ്യം എന്താണ് അൻവറിന്റെ ഭാവി എന്ന് ചോദിച്ചാൽ, അൻവറിന് ആകെയുള്ള ഈ പിണറായിയിലേക്ക് തിരിച്ചു പോകാൻ പറ്റുമോ, CPM തിരിച്ചെടുക്കുമോ എന്നൊന്നും എനിക്കറിയില്ല. ഒരുപക്ഷെ അവർക്ക് എടുത്തേക്കാം. കാര്യം മുമ്പ് ഈ കുഞ്ഞാലി വധവുമായി ഇപ്പൊ അവര് സഖാവ് കുഞ്ഞാലി എന്ന് പറയുന്നു. ഈ കുഞ്ഞാലി വധവുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ CPM ആരോപണം ഉന്നയിച്ചത് ആര്യാടൻ മുഹമ്മദിനെതിരാണ്, ഞങ്ങളുടെ നേതാവ്. ഈ ആര്യാടൻ മുഹമ്മദ് തന്നെ പണ്ട് ഈ പറയുന്നത് ഏതാണ് LDFന്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് LDF സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കുന്ന സമയത്ത് ആര്യാടൻ മുഹമ്മദിന്റെ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട് അവർ. ഏത് സഹാബ് കുഞ്ഞാലിയെ കൊന്നത് ആര്യാടൻ മുഹമ്മദ് ആണ് എന്ന് പറഞ്ഞ് നാട് മുഴുവൻ പ്രസംഗിച്ച് നടന്നിട്ട് 10 വർഷം തികയുന്നതിന് മുമ്പ് അതേ ആര്യാടൻ മുഹമ്മദിന്റെ പോസ്റ്റർ ഒട്ടിച്ച ചരിത്രമുള്ളവരാണ് ഇവർ, LDF. അതുകൊണ്ട് നാളെ അൻവറിനെ എടുക്കുകയോ സ്വീകരിക്കുകയോ തോളിലേറ്റ് നടക്കുകയൊക്കെ ചെയ്താൽ ഒരുപക്ഷെ അൻവറിന് അവിടെ പോകാൻ സാധിക്കാം. ഇനി അൻവർ ഇപ്പോൾ പറയുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അങ്ങ് തന്നെ പറഞ്ഞതുപോലെ അദ്ദേഹം പുറത്തുവിട്ട നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഈ RSS CPM നെക്സസ്,
ആഭ്യന്തര വകുപ്പിനുള്ളിലുള്ള അവിശുദ്ധ ബന്ധങ്ങൾ, ഇതൊക്കെ വീണ്ടും പറയാൻ തയ്യാറാവുകയും ആ ഒരു രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാൻ അദ്ദേഹം തയ്യാറാവുകയും ചെയ്യുകയും UDF സ്ഥാനാർത്ഥി അംഗീകരിക്കാൻ തയ്യാറാവുകയും, അത് നമ്മുടെ ഒരു പൊതു മിനിമം പരിപാടി അംഗീകരിക്കാതെ എങ്ങനെയാ പറ്റുക? അപ്പൊ അങ്ങനെ പൊതു മിനിമം പരിപാടി അംഗീകരിക്കാൻ തയ്യാറാവുകയും ചെയ്താൽ അൻവറിനെ സഹകരിപ്പിക്കുന്നതിൽ UDF എന്താണ് ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നുള്ളതാണ്.